ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു ബ്ലോഗൊക്കെ സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അജ്മീറിലാണ്. അജ്മീറിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നോക്കിയതുപോലെ സർവാർ ഷെരീഫ് ആണ് പോയിട്ടിരുന്നത്. അവിടെ ഇപ്പം നേരെ ഞങ്ങൾ പോകേണ്ടത് താരാഗാഡാണ്. എന്താണ് ഈ താരാഗാഡിൽ ഉള്ളിച്ചൊന്നേണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം പ്രചരണത്തിന് ബേനായിട്ട് അജ്മീർക്ക് പണ്ഡിതർ മുന്നുള്ള ഇസ്ലാം പ്രചരണത്തിന് ബേനായിട്ട് ബന്ധെങ്കിൽ രണ്ട് മഹാന്മാരുടെ മക്ബറാണ് അവിടെ ഉള്ളത്. അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് മീറാൻ ഹുസൈൻ തങ്ങളെ മക്ബറ, അതേപോലെ ബഹുമാനപ്പെട്ട റോഷ്നി അലി ദർവേഷി തങ്ങളെ മക്ബറ ആണ് അവിടെ ഉള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ട അജ്മീർ ഹോജരെ പെഞ്ഞായരെ ബാപ്പ ആയെങ്കിൽ കഴിഞ്ഞ വീട്ടിൽ ചെന്നതുപോലെ സയ്യദ് വജീഹുദ്ദീൻ മഷ്ഹദി തങ്ങളുടെ മക്ബറ ഈ ഒരു തറകടിലാണ് ഉള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ കറാമത്ത് ഇണ്ടും ജീവന്തമായിട്ട് കറാമത്ത് നടക്കണമെങ്കിൽ ഒരു ജാഗ്യം കൂടിയാണ്. ഞങ്ങൾ പോയിട്ട് അനുഭവപ്പെട്ടെങ്കിൽ കറാമത്തുള്ള ജാഗ്യം ഇവിടെ ഉണ്ടോ ഈ ഒരു തറകടിലും ഉണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ തങ്ങളെ കുതിരയുടെ എന്താക്കിയത് ജീമത്തായിട്ടാണ് എന്താക്കിയത് അടക്കിയത് ആ ഒരു ജാഗ്യയും. അതേപോലെ ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ തങ്ങളെ ഒരു ബെർലു കൊണ്ടിട്ടും അതേപോലെ കുതിരയുടെ കൊലമ്പടി കൊണ്ടിട്ട് എന്താക്കിയെങ്കിൽ അന്നിപ്പട്ടെങ്കിൽ കല്ലും കൂടി നമുക്ക് എന്താകും ഈ ഒരു പോയിന്റ് നമുക്ക് കാണുക സാധ്യമാണ്. അങ്ങനെ ഉള്ളെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജാഗിങ് കൂടെയാണ് ഞങ്ങൾ പോകേണ്ടത്. അതേപോലെ ഈ ഒരു റോഡ് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ഈ തറകട് പോകേണ്ട കണ്ടെങ്കിൽ ഒന്നെങ്കിൽ നടന്നുകൊണ്ട് ഞങ്ങൾ പോവാം, അതില്ലെങ്കിൽ ഈ റോഡ് മുഖേന ഗാഡിയിലും കൂടി ഞങ്ങൾക്ക് പോവാം. സർവ്വസാധാരണ അജ്മീർ പോയ എല്ലാ ആൾക്കാരും നടന്നിട്ടാണ് താരാഗാഡിക്ക് പോവാൽ. എന്നാൽ ഈ ഒരു റോഡ് ഒരു പ്രത്യേകത എന്താ ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ ഒരു റോഡ് കെട്ടിയത് ഇതൊരു ഇവിടത്തുള്ള കോട്ടയാണ്. അതേപോലെ ചൊല്ലുള്ളത് ഈ താരാഗാഡിൽ എന്തുകൊണ്ട് മുന്നോല് ഭരിച്ചെങ്കിൽ രജപുത്ര രാജാക്കന്മാരാണ് ഭരിച്ചു ചെയ്യുന്നത്. അങ്ങനെ കോട്ടയും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു താരാഗാഡിൽ പോയി നമുക്ക് കാണാൻ സാധ്യത. ഇത് മേലുള്ള ആ കോട്ടയുടെ ചെറിയ ഭാഗമാണ് ഞങ്ങൾക്ക് എന്താ കണ്ടുകൊണ്ടുള്ളത്. ഏതായാലും ഈ ഒരു റോഡ് വിഷയം ചൊന്നത് എന്താ ചൊന്നേണ്ട കണ്ടെങ്കിൽ 1973 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഈ എന്തായത് വോട്ടിൽ എന്തായത് സോത്ത് പോയ സന്ദർഭത്തിൽ ഈ ഇലക്ഷനിൽ സ്വത്ത് സന്ദർഭത്തിൽ നേരെ ഇവിടെ അജ്മീറിൽ വന്നിട്ട് എന്താക്കിയതാണ് ബഹുമാനപ്പെട്ട ഹോജർ ബേന്ദ്ര സിയാർത്താക്കിയിട്ട് എന്താക്കി ചൊന്നതാണ് ഞാൻ നെക്സ്റ്റ് ഒരു വോട്ടിൽ വിന്നായിട്ട് കണ്ടെങ്കിൽ ഞാൻ എന്താക്കിയ ഈ അജ്മീർക്ക് വലിയൊരു സംഭാവന ഞാൻ ആക്കേണ്ടാണ് നീയത്ത് വെച്ച് പോവുകയും അടുത്ത ഇലക്ഷനിൽ എന്തായി ഇന്ദിരാഗാന്ധി വിന്നായ സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി എന്താണ് ഉണ്ടാക്കിയെങ്കിൽ ഒരു റോഡും കൂടിയാണ് ഈ ഒരു റോഡ് ചൊല്ലത്. അത് മുന്നോലും എന്തില്ല എന്തുകൂടെ ബറവ് റോഡും കാര്യമില്ല എന്ത് നടന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വെഹിക്കലായിട്ട് എന്താക്കുക ഈ ഒരു റോഡും കൂടി പറ ഇത് ആരാണ് ഇന്ദിരാഗാന്ധി ആക്കി കൊടുത്ത ഒരു റോഡും കൂടിയാണ്. അപ്പോൾ ഞങ്ങിപ്പോൾ താരാഗാഡിന്റെ കീഴിലെ ഞങ്ങളോട് ഇപ്പോൾ ഈ ഒരു അജ്മീർ ആ ഒരു ബഹുമാനപ്പെട്ടവർ ദർഗ ഉള്ള ആ ഒരു ഏരിയത്ത് വന്നുള്ളതാണ്. അപ്പോൾ ഈ കാണേണ്ടത് ഇവിടെ ഉള്ളെങ്കിൽ താരാഗാഡ് ഫോർട്ട് ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ചൊന്ന പോലെ ഇത് രജപുത്ര രാജാക്കന്മാർ ഭരിച്ചു എന്നെങ്കിലത്തെ ഏരിയയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ കോട്ടയും കാര്യം ഇന്നതാണ് ഈ ഒരു ജാഗ. അപ്പോൾ ഈ ഒരു കോട്ടയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് ഇവിടെ എന്താ അവിടെ കാണേണ്ടത്. അതേപോലെ കോട്ടയുടെ ഭാര്യ ഇപ്പൊ വലിയൊരു വിധത്തിലുള്ള കോട്ടയുടെ ഭാഗമൊന്നും കൂടെ ഇല്ല, ചെറിയ അവശിഷ്ടം മാത്രമേ ഇപ്പോൾ ഈ കോട്ടയിലുള്ളൂ. പക്ഷെ ഈ ഒരു കോട്ടയുമായിട്ടും അതേപോലെ ബഹുമാനപ്പെട്ട ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളെങ്കിൽ സയ്യിദ് മീറാൻ ഹുസൈൻ തങ്ങളെ ആ ഒരു ചരിത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ളെങ്കിൽ ഒരു ഏരിയയും കൂടിയായിട്ട് ഈ ഒരു കോട്ടയം അതേപോലെ ഇവിടുത്തെ ചരിത്ര ജാഗ്യച്ചുള്ളത്. അതേപോലെ ഒരുപാട് ചരിത്രവും അതേപോലെ ഒരുപാട് എന്താ ചൊല്ലി കറാമത്ത് നടക്കണമെങ്കിൽ ഒരു ഏരിയയും കൂടിയായിട്ട് ചെയ്ത് ഈ ഒരു ദർഗ ചൊല്ലത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ ആ ഒരു ഏരിയ ചൊല്ലത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് എവിടെ എത്തിയായി അതായത് ഗാഡിയിലാണ് വന്നത്. ഗാഡിയിൽ ഇപ്പോൾ ഓടില്ലെങ്കിൽ താരാഗാഡിൽ ആ ഒരു ജാഗ്യ ഞങ്ങൾക്ക് എന്താക്കി എത്തിയ. അപ്പോൾ ഇതെല്ലാം കാണേണ്ടത് ആ ഒരു കോട്ടയുടെ ചെറിയ ചെറിയ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾ ഈ ഗാഡിയിൽ വന്നത് കൊണ്ടിട്ട് നമുക്കില്ല വലിയൊരു ജാഗയിലുള്ളെങ്കിൽ താരാഗാഡിൽ ആ ഒരു കോട്ടയുടെ ഭാഗം കണ്ടില്ല. പക്ഷെ ഞാൻ മുന്നിൽ പോയപ്പോൾ എടുത്തെങ്കിൽ വീഡിയോ ആണ് ഇനി നിങ്ങൾക്ക് കാട്ടരുത്. ഇതാണ് താരാഗാഡിലുള്ളെങ്കിൽ ഞാൻ മുന്നിൽ വന്നപ്പോൾ എടുത്തെങ്കിൽ ഒരു വീഡിയോ ആണ് ഇത് മുന്നോലെടുത്തെങ്കിൽ വീഡിയോയിലാണ്. ഇത് താരാഗാഡ് ആ ഫോർട്ടിന്റെ ഒരു ഭാഗമാണ്. ഇത് രജപുത്ര രാജാക്കന്മാരാണ് കെട്ടിയെങ്കിൽ ഒരു ജാഗം കൂടിയാണ് ഇത്. നല്ല ഈ ഒരു നിർമ്മിതി കണ്ടെങ്കിൽ കോട്ടയുടെ ആ ഒരു ഗാംഭീര്യം നമുക്ക് കൊന്തവും ആ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കല്ലും കാര്യത്തിലാണ് കെട്ടിയത്. ഈ ഒരു ജാഗം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് നോക്കി ബന്ധം മാത്രമേ ഞങ്ങൾക്ക് എന്താ ഈ ഒരു ജാഗം കിട്ടും.
നല്ലൊരു എന്താ ചൊല്ലേ ആ ചരിത്രം ഉറങ്ങിയെങ്കിൽ ചൊല്ല. അതുപോലെ നല്ലൊരു ബൃഹത്തായ ഒരു നിർമ്മിതിയും ചൊല്ലാം. ഗൊന്തുള്ളത് കോട്ട ചൊല്ലത് സർവ്വസാധാരണ ഒരു ഗട്ടിമുട്ടായിട്ടാണ് കെട്ടൽ എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധ പ്രതിരോധത്തിലുള്ള ബേനായെങ്കിൽ അത് ജാഗ്യം കൂടിയാണ്. അപ്പൊ ഇതിൽ ഞങ്ങൾ ബന്നെങ്കിൽ ആകെ ഒരു നല്ല രീതിയിൽ കാണുക അവിടെങ്കിൽ ഈ ഒരു ഭാഗം കൂടിയാണ്. ഇത് മൈൻ എന്താണ് ഒരു ഗേറ്റാണ്. ഏകദേശം ഈ ഒരു ഗേറ്റ് ഈ ഒരു കോട്ടയ്ക്ക് ഏകദേശം 3 തോലോ എന്തുണ്ടോ ഗേറ്റ് ഉണ്ടോ, അതിൽ പെട്ട ഒരു ഗേറ്റ് ആയിട്ട് ഈ ഒരു ഗേറ്റ്. അതേപോലെ ഈ ഒരു മുന്നിലെടുത്തത് കൊണ്ട് ഞങ്ങളുടെ സുബൈക്കാണ് നടന്നു വന്നത്. അപ്പം സുബൈത്തിൽ ആ ഒരു വ്യൂവും കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പം കണ്ടത്. അങ്ങനെ ഏതായാലും ആ ഒരു കോട്ടയുടെ ഭാഗം കണ്ടിട്ട് ഞങ്ങിപ്പോൾ നേരെ ഇനി പോകേണ്ടത് ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ തങ്ങൾ ആ ഒരു ദർഗക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ ചരിത്രം നോക്കിയിട്ട് ബണ്ടേണ്ട കണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കുകയായിട്ട് ഇവിടെ ആദ്യമായിട്ട് വന്ന ഒരു ആളാണ് ബഹുമാനപ്പെട്ട റോഷനലി ദർവേഷി തങ്ങൾ. ഈ റോഷനി ദർവേഷി തങ്ങൾ ചൊല്ലിയ ആൾ കജക്കിസ്ഥാന്റെ ഒരാളാണ്. അപ്പൊ ഇയാൾ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കുവാനായിട്ട് അജ്മീർക്ക് വന്ന സന്ദർഭത്തിൽ അജ്മീറിൽ എന്താക്കിയിട്ട് ഈ ഇസ്ലാം പ്രചരിപ്പിക്കുകയും അതേപോലെ ആൾക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പാട്ടി കൊടുക്കുകയും അതേപോലെ ഒരുപാട് ആൾക്കാർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കെല്ലാം മന്ത്രിച്ചു കൊടുക്കുകയും അതിൽ ഷിഫായ സന്ദർഭം ഒരുപാട് ആൾക്കാർ ഇസ്ലാമിക്ക് വന്നാൽ ഈ സന്ദർഭത്തിൽ ഇവിടെ എന്താക്കിക്കൊണ്ടിരുന്നത് ഭരിച്ചു ഇന്നത് രജപുത്ര രാജാവായിട്ട് എന്നെങ്കിൽ റായ്പുത്ര രാജാവാണ് ഇവിടെ എന്താക്കിക്കൊണ്ടിരുന്നത് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ റായ്പുത്ര രാജാവ് ഭരിച്ച സന്ദർഭത്തിൽ ഈ അവിടുത്തെ ആൾക്കാർ എന്താക്കിയാറ് ഈ രാജാവിട്ട് വന്ന് ചൊന്നാറ്, അതായത് ഇനി നിങ്ങളെ ഈ രാജാധികാരം പോണക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ആളിങ്ങനെ ഒരുപാട് ആക്കിക്കൊണ്ടുള്ളതുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളവരുണ്ടല്ലോ ചൊന്ന സന്ദർഭത്തിൽ ഈ ഒരു രജപുത്ര രാജാവരെ മോളു എന്താണ് വലിയൊരു മന്ത്രവാദിയാണ്. ഇപ്പോൾ ഇവിടെ കണ്ട ഒരു വണ്ടം കുതിരയാണ്. അതേപോലെ അപ്പൊ ഈ ഒരു മോലും കൂടിയിട്ടാണ് എന്താക്കിയത് രജപുത്ര രാജാവിട്ട് ചൊന്നത് അങ്ങനെ എന്താക്കണോ അയാൾ എന്താക്കണോ നിങ്ങൾ എന്തെങ്കിലും കൊല്ലണോട്ടാണ് ചൊല്ലത്. പക്ഷെ ഈ സന്ദർഭത്തിൽ ഈ രജപുത്ര രാജാവായ ആറ് നേരെ ചൊന്ന പോലെ റായ്പുത്ര രാജാവ് എന്താക്കിയത് ബഹുമാനപ്പെട്ടവരെ 2 കൈര് എന്താക്കാണ് മുറിച്ചതാണ്. അങ്ങനെ മുറിച്ച സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ നേരെ എവിടെയാണ് പോയത്, പിന്നീട് മദീനത്ത് പോയത്. ഈ ഒരു കണ്ടതാണ് ബുലന്ദർ ദർവാസിൻ്റാണ് ചൊല്ലിയത്. അക്ബർ രാജാവാണ് കെട്ടിയത്. അപ്പൊ ഇതാണ് ചരിത്രത്തെ വേണ്ട സന്ദർഭത്തിൽ നോക്കാം. അങ്ങനെ നേരെ മദീനത്ത് പോയിട്ട് ഹബീബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട പോയിട്ട് സിയാറത്ത് ആക്കുകയും അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയതാണ് ഒരു കിനാവിലോട് കൂടിയിട്ട് സ്വപ്നത്തിൽ ചൊന്നി, എന്നാൽ നീ വീണ്ടും എവിടേക്ക് പോകണം, അജ്മീരിക്ക് പോകണം, ഇസ്ലാം പ്രചരിപ്പിക്കുകേനെ പോകണം. പക്ഷെ പോകേണ്ട മുന്നിൽ നീ എവിടേക്ക് പോകണം, ഇറാനിക്ക് പോകണം. ഇറാനിൽ മഷ്ഹദിൽ ബഹുമാനപ്പെട്ട മീർ ഹുസൈൻ ചൊല്ലെങ്കിൽ ഒരു ആളുണ്ടോ അയാളും കൂട്ടിയിട്ടാണ് പോവേണ്ടതെന്ന് ചൊന്തു. അങ്ങനെ നേരെ ഈ ബഹുമാനപ്പെട്ട ദർവേഷ് തങ്ങൾ എവിടേക്ക് പോയിട്ട് ഇറാനിക്ക് പോയിത്തു. ഇറാൻ പോകേണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ മഷ്ഹദി തങ്ങൾ എന്താക്കിയുണ്ടെന്ന് വെച്ചാൽ അണ്ടത്തെ ഒരു മങ്ങലത്തെ നാളാണ് അദ്ദേഹത്തിന്റെ നിക്കാഹായിട്ടില്ല, നിക്കാഹ് ആ ഒരു നാളാണ്. അങ്ങനെ നേരെ പോയിട്ട് ഇവിടെ നക്കായ അനുഭവം അതേപോലെ ഇസ്ലാമിലുള്ള പ്രശ്നവും കാര്യവും ഇവിടെ ഇസ്ലാമിക്ക് ബേന ആക്കേണ്ട കാര്യവും അതേപോലെ ആൾക്കാർ എന്താക്കിക്കൊണ്ടുള്ളവർ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് നടന്നുള്ളവർ അത് മൂർത്തി ആചരണത്തിൽ ആക്കിക്കൊണ്ടുള്ളവർ അതേപോലെ ഞാൻ നേരെ എവിടേക്ക് മദീനത്തേക്ക് പോയിട്ടാണ് പോയത്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി കിനാവിലൂടെ ഇങ്ങനെ ചൊന്നതിന് കാര്യം ചൊന്നിട്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട മീർ ഹുസൈൻ തങ്ങൾ എന്താക്കിയത് നേരെ മങ്ങല നിപ്പാട്ടിയിട്ട് ചൊന്നു, ഞാൻ എവിടേക്കാണ് ഇന്ത്യത്ത് കാണാൻ പോകേണ്ടത്. പക്ഷേ എനിക്ക് ഈ മങ്ങലത്തെ കല ഏറ്റവും നല്ല ഇപ്പോൾ ഉള്ളത് ഇസ്ലാമിലെ എനിക്ക് രക്ഷിക്കളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ മങ്ങലത്തെ നാളിൽ അണ്ടത്തെ നാളിൽ അതായത് മങ്ങല ചൊല്ലത് ബഹുമാനപ്പെട്ട ബിബി സാറ ഫത്തൂമി ചൊല്ലെങ്കിലത്തെ പെണ്ണുങ്ങളായിട്ടാണ് മങ്ങല ഉണ്ടായിട്ടുള്ളത്. അത് ആ ഒരു നാളാണ് ഉണ്ടായത്. അപ്പോൾ ആ മങ്ങല പിന്നീട് ഞാൻ അവിടെ ചെന്നിട്ട് നേരെ എവിടേക്കാണ് അജ്മീറിലേക്കാണ് വേണ്ടത്. അങ്ങനെ അജ്മീറിൽ വന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാം എന്താക്കിയിട്ട് പ്രചരണം ആക്കിയിട്ട് പക്ഷേ ഈ ഇസ്ലാം പ്രചാരണം ആക്കിയ സന്ദർഭത്തിൽ ഉടകം വന്നിട്ട് സന്ദർഭത്തിൽ എന്താക്കിയെന്നുണ്ടെങ്കിൽ ഈ രജപുത്ര രാജാവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താണ്ടാണ് വന്നത്. പക്ഷേ ഒരുപാട് ഇസ്ലാം പ്രചരിച്ച് പിന്നീട് വന്നാൽ ഈ രജപുത്ര രാജാവരെ കാണുകയായിട്ട് വന്ന സന്ദർഭത്തിൽ രജപുത്ര രാജാവ് എന്താക്കിയില്ല, ഇയാളെ പലക്കം കാര്യമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ നേരെ എന്താക്കിയത് ഇയാളുമായിട്ട് യുദ്ധത്ത് കാണുന്നുണ്ടത്. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഈ സന്ദർഭത്തിൽ എന്തും ആക്കുകയാവാത്ത സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മീർ ഹുസൈൻ തങ്ങൾ എന്താക്കിയത് യുദ്ധത്തിൽ നടന്നിട്ട് അങ്ങനെ യുദ്ധമാക്കുക ഇഴിഞ്ഞെത്താം. അങ്ങനെ യുദ്ധം ആക്കിയ സന്ദർഭത്തിൽ ഒരുപാട് യുദ്ധം ആക്കിയിട്ട് ഇതിൽ എന്താ രജപുത്ര രാജാവ് എന്തായാലും സോത്താം. അങ്ങനെ രജപുത്ര രാജാവ് സോത്തിട്ട് ഉടൽ പണി ഈ കോട്ട ആരെ കൈക്ക് കിട്ടിയിട്ട് ഈ ഒരു ബഹുമാനം മീർ ഹുസൈൻ തങ്ങൾ കൈക്കാണ് കിട്ടിയത്. പക്ഷേ മീർ ഹുസൈൻ തങ്ങൾ ഇങ്ങനെ കോട്ട കിട്ടിയിട്ട് ഈ ഒരു യുദ്ധം കാര്യമുള്ള ഒരു ശാന്തിയായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നാൾ ഇങ്ങെല്ലാവരും ഇങ്ങനെ എന്താക്കരുത്, അതായത് ഇങ്ങെല്ലാവരും ഈ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ
എന്താക്കലാണ് ഈ രാജാവും അതേപോലെ രാജാവുടെ സൈനികന്മാർ വന്നിട്ട് ഇങ്ങനെ എന്താക്കുന്നതാണ്, കൊല്ലുടതാണ്. അങ്ങനെ കൊല്ലുടെ സന്ദർഭത്തിൽ അങ്ങനെ കൊന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്തായത്, ഷഹീദായിട്ട് പോയത്. അങ്ങനെയാണ് അയാളോട് കൂടിയിട്ട് ഏകദേശം 1200 ആൾക്കാരാണ് ഈ ഒരു യുദ്ധത്തിൽ എന്തായത്, ഷഹീദായിട്ട് പോയത്. അതായത് ചതിയിലൂടെ നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ എല്ലാവരും എന്താക്കിയത്, കൊന്നതുണ്ട്. നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണ കാര്യം. അതേപോലെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ പ്രചാരാക്കുന്ന സന്ദർഭത്തിൽ ഇബാദത്ത് എടുക്കുമ്പോഴായിട്ട് ഒരു ജാഗ അങ്ങനെ ചൂസ് ആക്കിയിട്ടുണ്ടായി. അതായത് ഈ ഒരു പർവ്വതത്തെ ഒരു ഭാഗത്തിൽ കൂടിയുള്ള ചെറിയൊരു ജാഗയിലാണെങ്കിൽ ഇബാദത്ത് ഉപയോഗമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജാഗ. അപ്പോഴാണെങ്കിൽ കൊല്ലുകുബേനായിട്ട് ഈ ഒരു കല്ലങ്ങ് എന്താക്കരുത്, ഇടരുത്. ഈ ഒരു കല്ലിൽ നമുക്ക് അവിടെ ബെർലയുടെ ഒരു അച്ച് കാണും. ഇതൊരു ബെർലയുടെ അച്ചാണ് ഈ കണ്ടത്, ബഹുമാന മീർ ഹുസൈൻ തങ്ങളുടെ ബെർലയുടെ അച്ചാണ്. അതുപോലെ അപ്പുറത്ത് കണ്ടത് ഈ ഒരു കുതിരയുടെ കാലില് കൊളമ്പടിയുടെ ആ ഒരു അച്ചാണ്. ഇതെന്താണ് ഇട്ടതെന്ന് ചൊന്നിട്ട് കണ്ടെങ്കിൽ, ഇങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു കല്ല് മേലിലെ കീഴിൽ ഇട്ടതാണ് ആരെങ്കിലും കൊല്ലുകുബേനായിട്ട്. ഇപ്പൊ ഇത് വലിയൊരു പ്ലേസ് ആയിട്ട് കണ്ടെങ്കിൽ, കണ്ടത്ര വലിയൊരു പ്ലേസ് എന്നുള്ള ചെറിയൊരു പ്ലേസ് ആണ്. ഇതിട്ടെങ്കിൽ പിന്നെ നേരെ പോകേണ്ടത് കീഴിൽ കാണും. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ചൊന്നത് എങ്ങനെ ചൊന്നേണ്ട കണ്ടെങ്കിൽ, ഇത് അള്ളാഹുടെ പക്കൽ നിന്നിട്ടാണ് ഈ കല്ല് വന്നതെന്ന് കണ്ടെങ്കിൽ ഇത് എന്താവട്ടെ നേരെ കീഴിലേക്ക് പോയിട്ടുണ്ടാണ്. അതെല്ലാം ഇത് ശത്രുപക്ഷങ്ങളാണ് ഇട്ടതെന്ന് കണ്ടെങ്കിൽ ഇതെന്താവട്ടെ ഉടകെ എന്താവട്ടെ നിക്കട്ടെന്ന് ചൊന്നിട്ട് ആ ഒരു ബെർല് ബെക്കലോട് കൂടി എന്തായിട്ട് ഈ ഒരു കല്ല് അവിടേക്ക് നീണ്ടുന്നുണ്ടായി. ഇതാണ് ഏറ്റവും വലിയൊരു കറാമത്താണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ നേരത്തെ ചൊന്നതുപോലെ ബഹുമാനപ്പെട്ടവർ ഷഹീദായിട്ട് 2 വർഷത്തോളം എന്താക്കില്ല, ബഹുമാനപ്പെട്ടവർ ഖബർ അടക്കില്ലാണ്ടാണ്, മയ്യത്ത് മറമാടിയില്ലാണ്ടാണ്. അതായത് 2 വർഷത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട അജ്മീർ ഖോജ മദീനത്തെ ബണ്ട് സന്ദർഭത്തിൽ കഫൻ തുണിയായിട്ട് വരുകയും പിന്നീട് ബഹുമാനപ്പെട്ടവരെ എന്താക്കിയത്, കുളിപ്പാട്ടിയിട്ട് കഫനാക്കിയിട്ട് എന്താക്കിയതാണ് ഈ ഒരു ജാഗയിൽ വെച്ചിട്ട് എന്താക്കിയത്, മറമാടിയതാണ്. അങ്ങനെ മറമാടിയിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു മക്ബറാണ് ഈ കണ്ടത് മീർ ഹുസൈൻ തങ്ങളെ മക്ബറാണ്. അതായത് 2 വർഷം കഴിഞ്ഞാൽ പിന്നാണ് ഈ ഒരു ബഹുമാനപ്പെട്ടവർ ഖബറടക്കിയത്. അതേപോലെ ബേസെത്തിയിട്ട് മങ്ങിലവിടെ ബേസെത്തിന് മങ്ങിലാവത്തെങ്കിൽ ഈ ഒരു ജാഗയിൽ വെച്ചിട്ട് കിട്ടണമെങ്കിൽ മൈലാഞ്ചി ഇട്ടേണ്ട് കണ്ടെങ്കിൽ അങ്ങ് മങ്ങില ആവുന്നുണ്ടാണ്. ആ ഒരു റജബ് പോനേറ്റർക്കാണ് ഇവിടെ ഒരു വലിയൊരു കറാമത്ത് നടക്കുന്നത്. അതായത് 50 കിലോ മൊയിലാഞ്ചും അതുപോലെ 50 കിലോ നൂലാണ് കെട്ടിയിട്ട് അതിൽ നിന്നിട്ട് പൊട്ടിയിട്ടല്ല പോകേണ്ട ഒരു ചരിത്രമുണ്ട്. അതേപോലെ ഈ കണ്ടത് ഒരു ഖബറിന് ഞാൻ കണ്ടില്ല. അതായത് എല്ലാം ഖബറും ഞാൻ കണ്ടത് കിബിലാക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് കിബിലായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ഖബർ കണ്ടില്ല, നേരെ കണ്ടുള്ള ഖബർ. ഈ ഒരു ഖബറിന്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചിട്ട് കണ്ടെങ്കിൽ, ആൾക്കാർ ഈ ഒരു ഖബറിനെ ആ ഒരു കിബിലാക്ക് വേണ്ടിയിട്ട് രൂപത്തിലാക്കിയിട്ട് പോയിട്ട് കണ്ടെങ്കിൽ പിറ്റേന്ന് പറയുമ്പോൾ ഇതേ രൂപത്തിലാണ് ഇന്നത്. അങ്ങനെ 2-3 കുരി ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ഇത് ഇതേ രൂപത്തിൽ എന്തായത് അങ്ങനെ ആ ഒരു കുത്ത രൂപത്തിൽ ഞാൻ കണ്ടില്ല. ഒരാൾക്കിട്ട് നിൽക്കുമ്പോൾ ഒരു കുത്തത്തിലാണ് കണ്ടത്, ബാക്കിയുള്ള അഡ്ഡത്തിലാണുള്ളത്, ഈ കുത്തത്തിലാണുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട എത്ര ആക്കും ഇതേ രൂപത്തിൽ ഉള്ളത് കൊണ്ടിട്ട് ഒരു നാൾ ഖബറിൽ നിന്നിട്ടുള്ള തോന്നി വന്നത്, ഞാൻ ഇങ്ങനെയാണ് കിടക്കുന്നത്, എന്നിങ്ങനെ ഒരു ചുള്ളുള്ള കൊടുക്കുക. പിന്നെ അങ്ങനെയാണ് എന്താക്കിയത്, ഈ ഒരു ഖബറെ അടക്കിയതുകൊണ്ടാണ്. ഈ ഒരു ഖബറെ ബഹുമാനപ്പെട്ട ഔറംഗസീബ് പൊളിച്ചിട്ടുണ്ട്. പിന്നീട് പൊളിക്കേണ്ടാണ് ഖോജാണ് ചൊന്നത്. പിന്നെ ഈ കണ്ടതാണ് ഈ ബഹുമാനപ്പെട്ട മീർ ഹുസൈൻ തങ്ങളെ കുതിരയുടെ ഖബറാണ് ഉള്ളത്. അതായത് ബഹുമാനപ്പെട്ടവരെ കുതിരയുടെ അങ്ങ് എന്താക്കിയത് ജീമത്തോടു കൂടി എന്താക്കിയ അടക്കിയതാണ്. അപ്പോൾ ജീമത്തോട് അടക്കിയത് കൊണ്ടിട്ട് ആ ഒരു കറാമത്ത് ഉണ്ടും നമുക്ക് എന്താ അവിടെ പോയെങ്കിൽ സാധ്യമാവും, കേൾക്കുക സാധ്യമാവും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ കുതിരയുടെ ഒരു ഖബറാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ടവരെ ബാലുകും ഏറ്റവും വലിയ പ്രത്യേകത എന്തുകൊണ്ടാണ്, അത് ബഹുമാനപ്പെട്ടവർ ബാല് നിലത്ത് കുത്തിയാണ് അതിൽ അവിടെ നിന്ന് തണ്ണി ബന്ധമുള്ള കറാമത്തും കൂടിയും ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാണ്ടതുള്ള ബഹുമാനപ്പെട്ടവരുടെ കൂടെ യുദ്ധത്തിൽ ഷഹീദായത്തെ ആൾക്കാരെ മക്ബറാണ്. അതല്ലാത്ത കുറെ ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എന്താ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ദർഗത്തിൽ നിന്ന് നേരെ പുറത്ത് ബന്ധേണ്ട കണ്ടെങ്കിൽ എതിർ കാണേണ്ടത് ഒരു മരമുണ്ട്. ഈ മരത്തുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മരത്തിൽ നിന്നുള്ള കായ എടുത്തിട്ട് കണ്ടെങ്കിൽ അതെന്തുണ്ടെങ്കിൽ മക്കാവത്തെങ്കിൽ മക്കാവുകളുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ ഈ ഒരു കായ്കളുള്ള ഒരു പ്രത്യേകത എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ആ ചരിത്രം ഞാനിപ്പോൾ ചൊല്ലാം. അപ്പോൾ നേരെ എതിരുള്ളത് ഈ കാണ്ടതാണ് ബഹുമാനപ്പെട്ട ദർവേഷി റോഷനി ദർവേഷി തങ്ങളെ മക്ബറാണ് ഈ കാണ്ടത്. ബഹുമാനപ്പെട്ടവർ അതായത് ആദ്യമായിട്ട് ഇസ്ലാം പ്രചരണത്തിന് ഉപയോഗമായിട്ട് ഇവിടേക്ക് വന്നത് അജ്മീർക്ക് വന്ന ആളാണ് റോഷൻ അലി ദർവേഷി തങ്ങൾ. ആ ബഹുമാനപ്പെട്ട ഒരു മക്ബറാണ് ഉള്ളത്. അതുപോലെ ഈ ഒരു നേരത്തെ കണ്ടെങ്കിൽ ആ ഒരു മറ കണ്ടില്ല, ആ മരത്തെ ഒരു ചരിത്രം എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറായ ഒരു പെണ്ണ് വന്നാൽ ട്രാൻസ്ജെൻഡറാണ്. അതായത് പെണ്ണുമായിട്ടുള്ള എല്ലാ കാര്യമുണ്ട്, പക്ഷെ എന്താ ഉള്ള ഗർഭ ധരിച്ചുകൊണ്ടില്ലെന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ബന്ധ സന്ദർഭത്തിൽ ഈ ഒരു മരത്തടിയിൽ വെച്ചിട്ടാണ് എന്താക്കുന്നത് ബഹുമാനപ്പെട്ട മീർ ഹുസൈൻ തങ്ങളെ ആ ഒരു ദർബാറിൽ നിന്നിട്ട് ആ ഒരു ജാഗയിൽ വെച്ചിട്ട് ദ്വാർന്നു ചെയ്യുന്നത്. 400 ട്രാൻസ്ജെൻഡറാണ്, പക്ഷെ പെണ്ണുമായിട്ടുള്ള എല്ലാ കാര്യമുണ്ട്, പക്ഷെ എനിക്ക് എന്തായിട്ടില്ല കിടാവായിട്ടില്ല. അപ്പോൾ എനിക്കൊരു കിടാവ് ബേനുള്ള എന്നുള്ള രീതിയിൽ ദ്വാരക്കയുടെ സന്ദർഭത്തിൽ
അങ്ങനെ എല്ലാ നാളും ഈ പെണ്ണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ വരും. അങ്ങനെ ഒരു നാള് ആ ഒരു പെണ്ണുങ്ങൾക്ക് എന്തായിട്ട് ഇല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡർക്ക് എന്താ ഒരു കിണാവ് കണ്ടെത്ത്. അതായത് നീ ദഹിക്കണമെങ്കിൽ ആ ഒരു മരം ഉണ്ടല്ലേ, ആ മരത്തിൽ നിന്നിട്ടുള്ള ഒരു കായ് എടുത്തിട്ട് നീ എന്താക്കാം പോയിട്ട് എന്താക്കണം പൊഴിച്ചിട്ട് പാലിൽ പൊടിച്ച് എന്താക്കണം കുടിക്കണു എന്നുള്ള ഒരു സംഭവം എന്താ കിണാവ് കണ്ടെത്തും. അങ്ങനെ ആ ഒരു ട്രാൻസ്ജെൻഡർ പോയിട്ട് അതിൽ നിന്നിട്ട് കായ് എടുത്തിട്ട് എന്താക്കിയതാണ് കുടിക്കലോട്. പിന്നീട് നെക്സ്റ്റ് എന്താ പെണ്ണുക്ക് ഗർഭം ധരിച്ചിട്ട് കിടാവ് പ്രസവിച്ചിട്ട് അങ്ങനെയാണ് ചരിത്രമുള്ളത്. അതുകൊണ്ടിട്ട് ഈ ഒരു കായിരെ കിടാവ് ആവാത്ത ആൾക്കാർക്ക്, അത് മക്ക ആവാത്ത ആൾക്കാർ എന്താക്കണം എടുത്തു പോയിട്ട് എങ്ങനെയാണ് കുടിക്കേണ്ടത് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിജ്ര തിങ്ങലില് ഫസ്റ്റത്തെ ബാലാസർ ഉണ്ട് നോമ്പ് പിടിച്ച് കിട്ടുക. മഗ്രിബ് നോമ്പ് തുറക്കുന്ന മുന്നോളം എന്താക്കണം ഈ ഇതിൽ നിന്നുള്ള ജണ്ട് കായ് കിട്ടും. ആ കായൽ എന്താക്കാം പൊടിച്ചിട്ട് പാല് കിട്ടിയിട്ട്, അതായത് പശുവിന്റെ പാല് കിട്ടിയിട്ട് അതിൽ വേപ്പാട്ടിയിട്ട് അതിലെന്താക്കണം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ നാം കുടിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ആ ഒരു ഇമാം ഉസ്താദുമാർ ചൊല്ലത് ഇങ്ങനെയാണ് അതിൽ കുടിക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കായും കാര്യം അവിടെ നിങ്ങൾക്ക് എന്താവും 10 രൂപ കൊടുത്തും കിട്ടും. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പിന്നീട് വന്നതാണ്. പറയുമ്പോൾ ഇപ്പോൾ ഒരു മഗ്രിബ് സമയം ആയതുകൊണ്ട് കിട്ടും ജാവൂർ ആ സന്ദർഭത്തിൽ ആ അജ്മീറിന്റെ കീഴിലുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കണ്ടത്. അതായത് നിറച്ചൊന്ന് പോലെ രജപുത്ര രാജാവ് ആ ഒരു കോട്ടയുടെ ആ ഒരു ഭാഗത്തോടു കൂടി നമുക്ക് കണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ നമുക്ക് കാണാൻ സാധ്യത. അടിപൊളിയാണ് ഒരു നൈറ്റ് വ്യൂ ചൊല്ലത്. നെക്സ്റ്റ് ജാവണങ്ങ പോകുമ്പോൾ എനിക്ക് അജ്മീറിന്റെ കാര്യം ഞങ്ങൾക്ക് കാണാം. ഏതായാലും ഇത് ആ ഒരു കോട്ടയുടെ ഭാഗത്ത് നിന്നിട്ടാണ് പിന്നീട് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ദർഗത്തെ ആ ഒരു രൂപമാണ് കണ്ടത്. ഞങ്ങൾ നിന്നിട്ട് ഈ ഒരു കാണ്ട് റോഡിലോട് കൂടി ഞങ്ങൾ പോയേണ്ട കണ്ടെങ്കിൽ ഒരുപാട് ഇണ്ടും കറാമത്ത് കാണ്ടെങ്കിത്തെ ഒരു ജാഗയാണ് പോയത്. ആ ഒരു ജാഗയാണ് പോയിട്ടുള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ട അജ്മീർ ഹോജറെ പെഞ്ഞായരെ ബാപ്പായങ്കത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് വജുഹുദ്ദീൻ മഷ്ഹദി തങ്ങളുടെ മക്ബറത്ത് കാണപ്പോണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ചെന്നതുപോലെ അതായത് ഇവിടെ അജ്മീർ എന്തായിട്ട് ഇന്ന് ഗവർണറായിട്ടാണ് ഇന്നത്. ഗവർണർ മാത്രമല്ല ഏറ്റവും വലിയ ഒരു എന്താണ് ആബിദും ആലിമുമായി പണ്ഡിതനും കൂടിയായിട്ട് ഇന്ന്, അതുപോലെ വലിയുമായിട്ട് ഇന്ന് ആ ബഹുമാനപ്പെട്ടവർ, അതായത് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജറെ ആ ഒരു മങ്ങിലാക്കി കൊടുക്കുകയായിട്ട്, അതായത് സ്വന്തം മൂലം മങ്ങിലാക്കി കൊടുക്കുകയായിട്ട് കിനാവ് കാണുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജക്ക് സ്വന്തം മോൾ എന്താ ഇസ്മത്തുള്ള ബീവിരെ എന്താക്കിയത് മങ്ങിലാക്കി കൊടുത്തതാണ്. ആ ബഹുമാനപ്പെട്ടവരെ ദർഗ ആണ് നമുക്ക് ഈ ഒരു റോഡിലൂടെ പോയി നമുക്ക് കാണാൻ സാധ്യത. അപ്പോൾ ഈ ഒരു ഞങ്ങൾ പോയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പോകേണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ ആ ഒരു ദർഗത്ത് എത്ര മുന്നല്ലോ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കറാമത്ത് നടക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അതായത് ഈ ഒരു എതിർ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു പച്ച ഒരു ഇത് കണ്ടോണ്ടില്ലേ, ഒരു കെട്ടിയ പോലത്തെ ഒരു സംഭവം കണ്ടോണ്ടില്ലേ, ഇതാണ് ഇതിലൂടെ ഏറ്റവും വലിയ കറാമത്താണ് ഞങ്ങൾക്ക് കാണുള്ളത്. കാണുമ്പോൾ ഒരു ചെറിയ കിണം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കിണന്തും അല്ല, ജസ്റ്റ് ചെറിയൊരു കെട്ടാണുള്ളത്. അതിലുള്ള തന്നെയും കാര്യവും ഉണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് കൂടി അല്ലെങ്കിൽ ഈ ഒരു പച്ച ലൈൻ കാണില്ലേ, ഇതില് ഒരു കാത് വെച്ചിട്ട് ഞാൻ കാട്ടുற പണ്ടത്തെ വീഡിയോ ആണ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാത് അതൊക്കെ വെച്ചിട്ട് ഒരു കാത് ഞാൻ കൈ വെച്ചേണ്ട് കണ്ടെങ്കിൽ ആ ബഹുമാനപ്പെട്ടവർ ആ ഒരു കുതിരയുടെ സൗണ്ട്, കുളമ്പടിയുടെ സൗണ്ട് ഇല്ല, അതായത് കുതിര നടക്കുന്ന ടക്ക 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 ടക്കാണ്ടുള്ള ആ ഒരു സൗണ്ട് ഇല്ല, ആ ഒരു സൗണ്ട് നമുക്ക് എന്താവും ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് കേൾക്കോ സാധ്യതയുള്ളൂ. നക്ക് കേട്ടിട്ട് പിന്നെ ബാക്കി ഒന്നില്ല ഞങ്ങൾ വന്ന പല ആൾക്കാർക്കും നേരം ആ ഒരു സൗണ്ട് നമുക്ക് എന്താവും കേൾക്കോ സാധ്യമാവും. കേട്ടിട്ടുണ്ട് ചൊന്നരാ. അപ്പോൾ അവിടെ നിന്നിട്ട് വന്നു കണ്ടെങ്കിൽ ഇതാണ് ബഹുമാനപ്പെട്ടവരെ ആ ഒരു എന്തൊരു ചൊല്ലത് ദർഗ ആണ്, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മക്ബറാണ് ഈ കാണേണ്ടത്. അതായത് സയ്യിദ് വജുഹുദ്ദീൻ മഷ്ഹദി തങ്ങളെ മക്ബറാണ് ഇവിടെ കണ്ടത്. അതേപോലെ ഇതിലെ മുട്ടണക്ക് ഒരുപാട് മക്ബറും കാര്യം കാണും. ഇതാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജറെ പെഞ്ഞേരെ ബാപ്പറ മക്ബറാണ്, വജുഹുദ്ദീൻ മഷ്ഹദി തങ്ങളെ മക്ബറാണ്. അതേപോലെ ഈ കണ്ടതെല്ലാം ഒരുപാട് ഷുഹദാക്കന്മാരുടെ, അതായത് ഈ ബഹുമാനപ്പെട്ടവരുടെ കൂടെ യുദ്ധമാക്കിയെങ്കിലത്തെ ഒരുപാട് ആൾക്കാരെ എന്താണ് ഖബറും കയറിയാണ് നമുക്ക് ഇവിടെ എന്താവും കാണുക സാധ്യ അവിടെതും. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവരെ ദർഗച്ചുള്ളത്. ഞങ്ങൾ നേരെ കഴിഞ്ഞ ബഹുമാനപ്പെട്ട സർവാർത്ഥങ്ങളെ ചരിത്രച്ചുള്ള സന്ദർഭത്തിൽ ചൊന്നതാണ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർക്ക് എങ്ങനെ മങ്ങിലൊക്കെ കൊടുക്കുകയുള്ള കാര്യം കണ്ടത്. അതായത് മുസൽ ഖാദിം തങ്ങളെ അതിലെല്ലാം ജാഫർ സ്വാദിഖ് തങ്ങളെ റളിയല്ലാഹുവിനെ കിനാവ് കണ്ടിട്ടാണ് എന്താക്കുന്നത്, കിനാവിൽ കൂടിയാണ് ചൊല്ലത്. എന്താണ് നിങ്ങൾ മോളിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജക്ക് മങ്ങിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉപ്പാപ്പായ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമാണ്.
അങ്ങനെ ചൊന്നൂട്ടാണ് എന്താക്കരുത് ഈ കിനാവുൽ കണ്ടത്. അങ്ങനെ നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ തങ്ങളിട്ട് എന്താക്കരുത് അഞ്ചുള്ളിടുകയും അങ്ങനെ എന്താ ഇവിടുതാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ മങ്ങിലാവുകയും ചെയ്യരുതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ചെന്ന പോലെ ഒരുപാട് ഷഹീദായെങ്കിൽ ഒരുപാട് ആൾക്കാരെ മക്ബറം കൂടിയാണ് നാം കൂടെ കണ്ടത്. അപ്പോൾ ഇതിൽ നിന്നിട്ട് ഈ ഒരു സിയാറത്തും കാര്യവും ഊടാക്കിയിട്ട് പിന്നീട് നേരെ ഞങ്ങൾ ഇവിടെ കാണാം അജ്മീർ കാണാം പുറത്തായിട്ട് വന്നത്. അപ്പോൾ അജ്മീർ അവിടുന്ന് സിയാറത്താക്കിയിട്ട് പറയുമ്പോൾ അജ്മീർ രാത്രിത്തെ അതായത് ജാവത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടുള്ളത്. അതായത് ഞാൻ ഗാഡിയിലൂടെയാണല്ലോ വന്നത്. അപ്പോൾ ഗാഡിയിലൂടെ വരേണ്ട സന്ദർഭത്തിലാണ് കണ്ടത്. അത് നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ അജ്മീർ. അത് ജാവത്ത് ലൈറ്റും കാര്യമാണ് കാണും നല്ലതാണ്. ഞങ്ങളിപ്പോൾ വീഡിയോയിൽ എത്ര നല്ല കാണാൻ നമുക്ക് മനസ്സില്ല. ഏതായാലും നേരിട്ട് കണ്ണിലൂടെ കാണുമ്പോൾ അത് നല്ലാത്തൊരു വ്യൂ ആണ്, നല്ലൊരു കാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇത്രയായിട്ടൊക്കെ ഇണ്ടത്തൊരു വീഡിയോസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ബണ്ട് നാളെ അജ്മീറിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ചരിത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ബണ്ട്. അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.